പോത്തൻ സെസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. കാലാ ജാമുൻ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അതിനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ മിക്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/4 കപ്പും 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നത്. കൂടുതൽ ബലം കൊടുത്ത് നമ്മളിത് കുഴയ്ക്കരുത്. കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും അകം വേവാതെ വരും. അപ്പം വളരെ മയത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 500 ml വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഏലക്ക ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏലക്ക എപ്പോഴും ഉപയോഗിക്കുമ്പോഴേക്കും നമ്മളതിൻ്റെ സീഡ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ തൊലി നമ്മൾ ഉപയോഗിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര അലിഞ്ഞ് തിള വന്നതിന് ശേഷം നമുക്കൊരു 4-5 മിനിറ്റും കൂടെ തിളപ്പിച്ച് കൊടുക്കാം. ഒരു നൂൽ പരുവമാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ചെറിയ ബോളുകൾ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യുമ്പോഴും ഷുഗർ സിറപ്പിൽ കിടക്കുമ്പോഴേക്കും ഇതിൻ്റെ സൈസ് ഡബിളാവും. കയ്യിൽ എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് വളരെ മയത്തിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടി വേണം നമ്മൾ ഓരോ ബോളുകളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബോൾസ് എല്ലാം കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കണം. നമ്മൾ തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചാൽ അത് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയാലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്കും അതിൽ ക്രാക്സ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നെയ്യിലോ നമുക്ക് ചെയ്യാം. ഇതല്ല, രണ്ടും കൂടെ ഈക്വൽ എമൗണ്ടിൽ വേണമെങ്കിലും എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോഴേക്കും വളരെ ചെറിയ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഉരുളകൾ മാത്രം എടുത്തിട്ട് മയത്തിൽ വേണം. കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രാക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എണ്ണയിലോട്ട് ഇടുമ്പോഴേ അത് പൊട്ടിപ്പോകും. ഇനി എണ്ണ ചൂടാക്കുമ്പോഴേക്കും വളരെ ചെറിയ തീയിൽ വേണം നമ്മൾ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ ബോളുകൾ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് തന്നെ ആ എണ്ണയിൽ പൊങ്ങി വന്നതിന് ശേഷം വേണം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം അത് ഈക്വലായിട്ട് കളറും വരും. അതേപോലെ തന്നെ ഒരേപോലെ വെന്തും കിട്ടും. ഗുലാബ് ജാമിൻ്റെ കളറിൽ നിന്നൊക്കെ മാറി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ഏകദേശം ഒരു ബ്ലാക്ക് കളർ എത്തുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. ഇനി ഈ കോരിയെടുത്ത ബോൾസ് നമുക്ക് ചെറു ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് തണുത്തു പോയെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്തോളൂ. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ജാമുൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ടൈമിൽ ഗുലാബ് ജാമിലേക്ക് ഈ ഷുഗർ സിറപ്പ് എല്ലാം അബ്സോർബ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.